ഇന്നു ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഭഗവാൻ തൊഴാനും കൂടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ഉറവാണ് അയ്യപ്പ ഡിവോട്ടീസിൻ്റെ. എല്ലാ ദിവസവും 80,000 മുകളിലുള്ള ആളുകളാണ് വരുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത് 85,000 മുകളിലും ഉണ്ട്. അത് മുമ്പ് 1,00,000 മുകളിലാണ് അയ്യപ്പ ഡിവോട്ടീസ് നമുക്ക് എല്ലാ ദിവസവും മല കയറുന്നുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയും അവർക്ക് ദർശനത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയും പോലീസും അല്ലെങ്കിൽ നല്ലപോലെ വിന്യാസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 3000 പോലീസ് ഇവിടെ മുകളിലുള്ള പോലീസിന് നിലയ്ക്കലും പമ്പയും പിന്നെ സന്നിധാനത്തിലും വിന്യസിച്ചിട്ടുണ്ട്. ഓരോരോ സ്ഥലത്തിലും പിലിഗ്രിംസിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമുക്ക് അവരുടെ ബ്ലോക്ക് ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിച്ചിട്ട് വരെ ഭഗവാനിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഇന്നും എല്ലാ ഭക്തർക്കും നമുക്ക് ദർശനം കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വരെ. അതൊരു നല്ല അനുഗ്രഹം തന്നെയാണ്, ഭഗവാന്റെ അനുഗ്രഹം തന്നെ. അത് നമ്മുടെ ഹൈക്കോടതിയായിട്ട് ബാക്കി ദേവസ്വമായിട്ട് സംസാരിച്ചിട്ട് അതിനാവശ്യത്തിലുള്ള അന്വേഷണം. നമുക്ക് അതിനെ പറഞ്ഞത് നമ്മൾ ദേവസ്വം ബോർഡും ആയിട്ട് പിന്നെ ഹൈക്കോടതി നമ്മുടെ ആശയവും നടത്തിയിട്ട് ആവശ്യമുള്ള നടപടി സ്വീകരിക്കുന്നതിലേക്ക്. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതാണ്, എല്ലാ ഭക്തന്മാർക്കും നമുക്കിവിടെ സുഖമായിട്ട് തൊടാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു എന്താണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു എനിക്ക്. അതിന് ഞങ്ങൾ അവരുമായിട്ട് ആശയം നടത്തിയതിന് ശേഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. പക്ഷേ ഇന്ന് വരുന്ന എല്ലാ ഭക്തന്മാർക്കും നല്ലപോലെ ഒരു ദർശനം കൊടുക്കാൻ സാധിക്കുന്നതാണ് ഉറപ്പാക്കുന്നത്. മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ഇന്ന് വരികയാണ്. ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് 3:30 വിധി വരികയാണ്. അപ്പോൾ കേരള പോലീസ് അത്രത്തോളം അന്വേഷിച്ച് തുമ്പുണ്ടാക്കിയ ഒരു കേസാണ്. അതിലാണ് ഇപ്പോൾ 8ാം പ്രതി പുറത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ ആ വിധിയെ എങ്ങനെ കാണുന്നു ഇപ്പോൾ വരികയാണെങ്കിൽ? അതിന് നമ്മൾ ജഡ്ജ്മെൻറ്റ് കോപ്പി കിട്ടിയതിന് ശേഷം പഠിച്ചിട്ട് തന്നെ അത് പറയാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് അതെ, ഒരു SIT ആണ് ഇപ്പോൾ നമുക്കുള്ളത്. നമ്മുടെ മാഡം പൂങ്കുഴിയുടെ നേതൃത്വത്തിലുള്ള ഒരു SIT, അവരുടെ നേതൃത്വത്തിലാണ് ഈ 2 കേസുകൾ അന്വേഷിക്കുന്നതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് 15 വരെ നോക്കാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.